എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞാനൊരു ഗ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണ്. ഞാൻ മുന്നേയും ഒരു ഗ്ലൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫെവിസ്റ്റിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചോറാണ്. ചോറ് വയ്ക്കില്ലേ വീട്ടിൽ, ആ ഒരു ചോറാണ് എടുത്തത്. അപ്പം നല്ലപോലെ വെന്ത് അടിഞ്ഞ ചോറാണെങ്കിൽ അത്രയും നല്ലതാണ്. ആ ഒരു ചോറിലേക്ക് ഞാൻ ലെമൺ ജ്യൂസാണ് ഉറ്റിച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് ഞാൻ ആക്സിഡൻ്റലി വായിച്ചതാണ് എവിടെയോ. അതായത് നമ്മുടെ ചൈനീസ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ടല്ലോ, അത് ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് വായിച്ചിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആണല്ലോ അത്. ഈ ഒരു സംഭവം സത്യമാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ എവിടെയോ വായിച്ചതാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചോറ് ഈ ഒരു ലെമൺ ജ്യൂസിൽ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഞെരടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതല്ല ഈ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നല്ല പേസ്റ്റ് ഫോമിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. അപ്പം ഇതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കട്ടെ. ഇതൊരു ഏകദേശം നല്ല രീതിയിലൊരു പേസ്റ്റ് ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു ട്യൂബിലേക്ക് മാറ്റണം. അപ്പോഴാണ് ഫെവിസ്റ്റിക്ക് റെഡി ആവുക. അപ്പം ഇത് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ സാനിറ്റൈസർ ഇല്ലേ, സാനിറ്റൈസർ ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെർഫ്യൂം അല്ലെങ്കിൽ ഷാംപൂ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് എങ്ങാനും ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു ട്യൂബിലേക്ക് ആക്കണം. അപ്പം പഴയ ഫെവിസ്റ്റിക്കിൻ്റെ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫില്ല് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തത് പഴയ ഒരു ലിപ് ബാമിൻ്റെ ട്യൂബാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ട്യൂബിലേക്കാണ് ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല ഫെവിസ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കൂടെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും പെട്ടെന്ന് സ്റ്റിക്കാവുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 പേപ്പർ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2 പേപ്പറും അതുപോലെ കാർഡ്ബോർഡിൻ്റെ മേലെയാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ഗ്ലൂവിൻ്റേതാണ് കേട്ടോ. കണ്ടോ, പറിച്ചെടുക്കുമ്പോൾ ഇത്. അപ്പോൾ ഈ ഗ്ലൂ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അതും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈ 2 പേപ്പേഴ്സ് ഒന്ന് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാർഡ്ബോർഡിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഉള്ളതാണ്. എപ്പോൾ പോലും ഇത് ഇളകി പോകുന്നില്ല. പിന്നെ ½ ആൻ അവർ കഴിയുമ്പോഴേക്കും തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം. കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഗ്ലൂ, അതായത് ലാസ്റ്റ് ഇട്ട വീഡിയോ, ആ ഒരു ഫെവിക്കോൾ മേക്കിംഗ് വീഡിയോയിൽ അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഗ്ലൂ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. അതും ഉണങ്ങുന്നത് മാത്രമല്ല നല്ല സ്ട്രോങ്ങുമാണ്. അപ്പം ഇത് ഞാൻ അരമണിക്കൂറിന് ശേഷം എടുത്തൊരു ക്ലിപ്പാണ്. അപ്പം നിങ്ങൾക്ക് കാണാം എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഇത് ഒട്ടി നിൽക്കുന്നതെന്നുള്ളത്. അപ്പം നല്ല വർക്കിംഗ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു ഫെവിസ്റ്റിക്കിൻ്റെ ഒക്കെ ആവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കൊക്കെ.
അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് തരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.